എല്ലാ സുഹൃത്തുക്കൾക്കും റോയൽ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബേബി സ്കേർട്ട് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഫസ്റ്റായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. വളരെ സിമ്പിളാണ് ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇത് ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഇതേപോലത്തെ 2 പീസാണ് ഇതിന് വരുന്നത്. ഈ പീസിൻ്റെ ലെങ്ത്ത് 18 ഇഞ്ച്, ഇതിൻ്റെ നീളം, ഇതിൻ്റെ വീതി വരുന്നത് 9 ഇഞ്ചാണ്. അതേപോലത്തെ 2 പീസ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അരവണ്ണം വരുന്നത് 15ആണ്. ചെറിയ കുട്ടിയാണ്, അപ്പോൾ അരവണ്ണം വരുന്നത് 15ആണ്. കറക്റ്റ് അരവണ്ണം 15. അതിൽ കൂടി 1 ഇഞ്ച് കൂട്ടിയിട്ട് 16 ഇഞ്ചിലാണ് ഇതിൻ്റെ അരവണ്ണം ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. എക്സ്ട്രാ 1 ഇഞ്ച് കൂടുതൽ വേണം. 16 ഇഞ്ചിലാണ്, 1 ഇഞ്ച് കൂടുതൽ ഇട്ടാൽ മതി. എന്നിട്ട് ഇത് ബെൽറ്റ് വരുന്ന പീസാണ്. ഇതിന് മുകളിൽ ഒരു ബെൽറ്റ് വരുന്നുണ്ട്, അതിനുള്ള പീസാണ്. ഇത് 1 ഇഞ്ചും കൂടെ 16 കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 17 ഇഞ്ചിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. 17 ഇഞ്ച്. ഇതിൻ്റെ വീതി വരുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. 3 ഇഞ്ച് വീതി, 17 ഇഞ്ച് നീളം, 3 ഇഞ്ച് വീതിയുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഈ 2 പീസ് ഇതുപോലെ ഒപ്പം വെക്കുകയാണ്. ഈ പീസിൻ്റെ ടോട്ടൽ ലെങ്ത്ത് വരുന്നത് 18 ഇഞ്ച്. 1/2 ഇഞ്ച് 2 സൈഡിൽ ഓപ്പൺ അടിക്കാൻ പോകും. ബാക്കി 18 ഇഞ്ച് ഉണ്ടാവും. 8 ഇഞ്ചാണ് ഇതിൻ്റെ 1 സൈഡ് അരവണ്ണം വരുന്നത്. അതായത് 16ആണ് അരവണ്ണം, അതിൻ്റെ ഹാഫ് 8 ഇഞ്ച് 1 സൈഡ് വരും. ബാക്കി 10 ഇഞ്ച് ഈ പീസിൻ്റെ ലെങ്ത്ത് കൂടുതൽ വരുന്നത് പ്ലീറ്റ് ഇടണം. ഓക്കെ, അപ്പോൾ ആ പ്ലീറ്റ് ഇടണം നമ്മൾ. ഫസ്റ്റ് ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു, പിന്നെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു കേട്ടോ, പിന്നെ ഒരു 2 ഇഞ്ച്. ഓക്കെ, പിന്നെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു, പിന്നെ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തു, പിന്നെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തു. ഓക്കെ, ഇങ്ങനെ അത് മാർക്ക് ചെയ്തുകൊണ്ട് 18 ഉള്ളത് 8 കണാക്കണം. 10 ഇഞ്ച് പ്ലീറ്റ് ഇടണം. ഇനി ഈ മാർക്കിങ്ങിലൊക്കെ ഓരോ വെട്ടിടണം കേട്ടോ. അതായത് ഇതിൻ്റെ ഈ 3 ഇഞ്ച് മാർക്കിങ്ങില്ലേ, അതൊക്കെ പ്ലീറ്റായി പോകും. ഞാൻ കാണിച്ചു തരാം, എനിക്കത് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇതുപോലെ വരും. എന്നിട്ട് ഈ 2 വെട്ടില്ലേ, ഈ 2 വെട്ടും ഇതുപോലെ ഇങ്ങനെ ഒപ്പൺ വെക്കുക. ഒപ്പൺ വെച്ചുകൊണ്ട് കുറച്ച് ഒരു ഇഞ്ച് അടിയിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഒരു ഇഞ്ചോ ഒരു 1.5 ഇഞ്ചോ അടിഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്യുക. നിർത്തുക, തിരിച്ചങ്ങോട്ട് തന്നെ എടുക്കുക. ഓക്കെ, ഇതേപോലെ ചെയ്യുക. അപ്പോൾ അവിടെ ഒരു പ്ലീറ്റായി. അതേപോലെ ഈ വെട്ട് രണ്ടും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ കൂട്ടി അടിക്കേണ്ട ഈ സ്പേസ് ഉണ്ടല്ലോ, ഇതാണ് ആ 3 ഇഞ്ച് വരേണ്ട സ്പേസ്. അതിൻ്റെ അടിയിൽ വരേണ്ട എന്താണ് ആ പ്ലീറ്റ് അല്ലാത്ത ഭാഗം 2 ഇഞ്ചാണ്. ഈ 2 വെട്ടിൻ്റെ അടിയിലുള്ള സ്പേസ് 3 ഇഞ്ചാണ്. ഈ പ്ലീറ്റ് ഇല്ലാത്ത ഭാഗം വരുന്നത് 2 ഇഞ്ചാണ്. ഇങ്ങനെ അടിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇത് 8 ഇഞ്ചിക്ക് ചുരുങ്ങും. അതായത് 18 ഇഞ്ച് ലെങ്ത്ത് ഉള്ള സാധനം 8 ഇഞ്ചിക്ക് ചെറുതാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 3 പ്ലീറ്റാണ് ഒരു പീസുമേ വരുന്നത്. എന്നിട്ട് നിങ്ങൾ നല്ല ശ്രദ്ധിക്കണം കേട്ടോ. ഈ ബ്ലാക്ക് പീസ് ആവുകൊണ്ട് വേറെ പീസ് എൻ്റെ അടുത്ത് ഇല്ലേനും. അപ്പോൾ ബ്ലാക്ക് പീസ് ആകുമ്പോൾ ശരിക്കും കാണില്ല. അപ്പോൾ നല്ല ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ 2 പീസും അതേപോലെ പ്ലീറ്റ് ഇട്ടു. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ സൈഡ് അടിക്കുകയാണ്. ഇതുപോലെ വരും. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം മടക്കിയടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ നിങ്ങൾ ആ പ്ലീറ്റ് നല്ല ശ്രദ്ധിക്കണ്ടോ. ഒന്ന് 2 പ്രാവശ്യം കണ്ടെങ്കിൽ ശരിക്കും മനസ്സിലാവും. എന്നിട്ട് അടിഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് അടിക്കുക. ഇനി പ്ലീറ്റ് ഒന്ന് അയൺ ചെയ്യുകയാണ്. ഇതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതല്ല പ്ലീറ്റ് വരേണ്ടതാണ്, ഇങ്ങനെ അടിച്ചിക്കല്ലേ. ഈ പ്ലീറ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അങ്ങനെ അടിച്ച് വെച്ചു പ്ലീറ്റ്. ഇത് ഇങ്ങനെ പൊളിച്ച് വെക്കുക. ഇതുപോലെ ഈ ഭാഗം 2 ഭാഗത്തും സെൻട്രൽ ഫോൾഡ് ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ. ഓക്കെ, 2 ഭാഗത്തേക്കും ആ തുമ്പ് വെച്ചുകാണ്ട് അത് പൊളിച്ച് വെച്ചുകാണ്ട് അയൺ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്യുക. ഈ വീഡിയോ പാർട്ട് 1 ആണ് കേട്ടോ. പാർട്ട് 2 ആയിട്ട് ഇതിന് ഒരു ടോപ്പ് അടിക്കണത് ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വരും. പ്ലീറ്റ് ഇതേപോലെ കിടക്കും. ഓക്കെ, ഇനി ഇതിന് ഈ ബെൽറ്റ് പിടിപ്പിക്കുകയാണ്. കറക്റ്റാണ്. അപ്പോൾ ബെൽറ്റിൻ്റെ ലെങ്ത്ത്. ആ ബെൽറ്റിൻ്റെ ഉൾഭാഗത്ത് ഒരു ചെറിയൊരു ക്യാൻവാസിൻ്റെ കഷ്ണം ഒട്ടിച്ചിട്ടുണ്ട്. അവിടെ ഒരു കുളത്ത് പിടിപ്പിക്കാനാണ്. അപ്പോൾ ഒന്ന് ബലത്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ക്യാൻവാസ് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ആ കുളത്ത് വെച്ചിട്ടാണ് പ്രസ് ചെയ്യുക. കറക്റ്റ് ആ സെൻറ്ററിൽ. എന്നിട്ട് അവിടെ അതിൻ്റെ ടോപ്പ് ഇട്ടുകാണ്ട് ടൈറ്റ് ആക്കുക കേട്ടോ.
ഈ കുളത്ത് വെക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ആ തുന്നേണ്ട കുളത്തുണ്ടല്ലോ അത് വെച്ചാലും മതി. പിന്നെ സിമ്പിളാണ്. ഇതിൻ്റെ മേലെ വെച്ചിക്കാണ്ട് തുന്നി കൊടുത്താൽ മതി. എന്നിട്ടിങ്ങനെ പ്രസ് ചെയ്യുക. ഇനി ഇതിൻ്റെ ഈ സൈഡ് മടക്കി അടിക്കാം കേട്ടോ. ഒരു 1/2 ഇഞ്ച് വീതിയിൽ മടക്കി അടിക്കുക. ഇനി ഇവിടെ ചെറിയൊരു ഓപ്പൺ അടിക്കുകയാണ്. അതായത് ഒരു 1.5 ഇഞ്ച് അടിയിലേക്ക് ആക്കിയിട്ട് ചെറിയൊരു മാർക്ക് ചെയ്തിക്കാണ്ട് അവിടെ ഒരു വെട്ടിട്ട് വെക്കണം. എന്നിട്ട് അവിടെ ഇതുപോലെ ഒരു ഓപ്പൺ അടിക്കുക. ഇനി ആ ബെൽറ്റ് വെച്ച് അടിക്കുകയാണ്. ഇതേപോലെ ഉൾഭാഗത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഉൾഭാഗത്തുനിന്ന് നല്ല വശത്തേക്ക് മറിക്കുകയാണ്. ഇതേപോലെ ഒരേ വീതിയാണ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതുപോലെ വരും. ഉള്ളിലേക്ക് മറിക്കുക, നല്ല ഭാഗത്തേക്ക് മറിക്കുക. അതുപോലെ വന്നിട്ട് ഇതിൻ്റെ ഈ തലഭാഗം ഇതുപോലെ ഫോൾഡ് ചെയ്ത് കണ്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ കറക്റ്റ് അതിന് എൻഡിലൂടെ തന്നെ അടിക്കുക. അങ്ങനെ കറക്റ്റായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ മുകൾ ഭാഗം അടിക്കുക. ഞാനത് അടിച്ചു. അതിൻ്റെ കുളത്തായി. ഞാൻ കുളത്താള ഐ വെക്കണം ഈ സൈഡിൽ. ഇതിൻ്റെ സൈഡ് അടിക്കും വേണം. അത്രേ ഉള്ളൂ ഇനി പണി. ഇനി ഇതിൻ്റെ ഐ ഉണ്ടാക്കുക കേട്ടോ. ഐ എങ്ങനെയാ വെച്ചാൽ ഈ തുണി കൊണ്ട് തന്നെ ഉണ്ടാക്കുകയാണ്. ഇതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ബെൽറ്റിൻ്റെ വീതി 1 ഇഞ്ചാണ്. ആ 1 ഇഞ്ച് വീതിയിൽ ഇവിടെ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലത്തെ ഒരു പീസ് എടുത്തുകൊണ്ട് ഫോൾഡ് ചെയ്ത് കണ്ട് അത് സ്റ്റിച്ച് ചെയ്യാണ്. എന്നിട്ട് അതിന് മറിക്കുകയാണ് കേട്ടോ. ആ പീസിന് മറിക്കുക. മറിച്ചിട്ട് കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു ചെറിയ പ്ലീറ്റ് ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അതൊരു 1/4 ഇഞ്ച് വീതിയിലാണ് ഫസ്റ്റ് അടിക്കുന്നത് കേട്ടോ. അതേപോലെ ഇങ്ങനെ പ്ലീറ്റ് ഇട്ടിട്ട് ഒരു 1/4 ഇഞ്ചിൽ ആ സൈഡിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് വീതി എടുത്തിട്ടാണ് ഈ പ്ലീറ്റ് ഫസ്റ്റ് ഇതിമ വെച്ച് അടിക്കേണ്ടത്. അങ്ങനെ ആ ഒരു സൈഡ് അടിച്ചു. അതേപോലെ തന്നെ ഇങ്ങനെ വരും. ഓക്കെ, അതിന് ഈ രണ്ടാമത്തെ സൈഡും അതുപോലെ തന്നെ ആ 1/4 ഇഞ്ചിൽ തന്നെ അടിക്കുക. 1/4 ഇഞ്ച് പറയേണ്ട അതിൻ്റെ സൈഡിൽ അതിൻ്റെ സെൻറ്ററിലൊരു ഗ്യാപ്പ്, ആ കുളത്താളൊരു സ്പേസ് വേണം. എന്നിട്ട് ഈ പീസ് വെച്ച് അടിക്കുകയാണ്. അടിച്ചെടുത്ത പീസ് കറക്റ്റായിട്ട് ആ ബെൽറ്റിൻ്റെ ആ സെൻറ്ററിൽ വെച്ച് കണ്ട് ഇതേപോലെ വെച്ച് അടിക്കുക കേട്ടോ. ഫസ്റ്റ് അതിൻ്റെ തെല്ലിനടിക്കുക. ആ പീസിൻ്റെ തെല്ലിനാണ് അടിക്കേണ്ടത്. അടിച്ചിട്ട് ഇവിടെ എത്തിയിട്ട് 2 സ്റ്റിച്ചിനിട്ടിട്ട് നമ്മൾ ഫസ്റ്റ് അടിച്ചില്ല 1/4 ഇഞ്ച് വീതിയിൽ, ആദ്യമേ കൂടെ തന്നെ അടിക്കുക കേട്ടോ. എന്നാലേ അതിൻ്റെ സെൻറ്ററിൽ ആ ഐ കുളത്താളെ ഒരു ഗ്യാപ്പ് കിട്ടുള്ളൂ. ഇത് ഈ ബ്ലാക്ക് പീസ് ആവുകൊണ്ട്, വേറെ പീസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ ബ്ലാക്ക് പീസുമേ ചെയ്യേണ്ടത്. ലോക്ക്ഡൗൺ അല്ലേ, വേറെ സാധനം കിട്ടാനില്ല. അതുകൊണ്ടാണ് ഈ ബ്ലാക്ക് പീസുമേ ചെയ്യുന്നത്. നല്ല ശ്രദ്ധിക്കണം, എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ. ഈ കുളത്ത് ഇങ്ങനെ കുളത്ത് ഇത് ഈ കുളത്തിൻ്റെ ഐ ഇങ്ങനെ അടിച്ചാൽ എന്താ പ്രത്യേകത വെച്ചാൽ നമുക്ക് അരവണ്ണം അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഇനി ഇതിൻ്റെ സൈഡ് അടിക്കുകയാണ് കേട്ടോ. സൈഡ് അടിക്കുമ്പോൾ ഇതിൻ്റെ ഈ ഓപ്പൺ അടിച്ചിട്ടില്ലേ അതിൻ്റെ ലാസ്റ്റിംഗ് നിന്ന് തുടങ്ങുക കേട്ടോ. 2 തുമ്പും ഒപ്പം വെച്ചുകൊണ്ട് ബോട്ടൺ അടി വരെ ഫുള്ളായിട്ട് അടിക്കുക. അപ്പോൾ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.